എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചക്കപ്പുഴുക്കാണ്. നമ്മുടെ നാട്ടിലിപ്പോൾ ചക്കയും മാങ്ങയൊക്കെ വേനലായി വരുന്ന സമയമാണല്ലോ അല്ലേ. അപ്പോൾ എനിക്കിന്നൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനാവശ്യമായ ചക്ക ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: മഞ്ഞൾപ്പൊടി, കുരുമുളക്, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് ഉള്ള തേങ്ങ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചക്കയൊക്കെ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പാണ് ചേർക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ കൂടി നമ്മൾ കല്ലിലിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് അരയാൻ പാടില്ല, ചതച്ച് നമ്മൾ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചക്കയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതേണ്ടേ നമ്മുടെ അരപ്പൊക്കെ നമ്മൾ ചക്കയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായ ഉപ്പ് ഈ ചക്കയിലേക്ക് ഇട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ചക്ക വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളമാണ്. നമ്മൾ കുക്കറിലാണ് വെക്കുന്നത്, അപ്പോൾ എപ്പോഴും വെള്ളം കുറച്ച് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കുക്കറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ചക്കപ്പുഴുക്ക് ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്, നല്ല പോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. അപ്പം അങ്ങനെ നമ്മൾ ചക്കയിലേക്ക് കടുകൊക്കെ താളിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ചക്കപ്പുഴുക്കൊക്കെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വിഭവമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. താങ്ക് യു.